ശ്രീ ബിനു, താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമമാണ് അന്ന് ആ ക്ഷേത്രവളപ്പിനുള്ളിൽ വെച്ചുണ്ടായത്. ബിനുവിന് ഇത്ര മാരകമായി പരിക്കേൽക്കുന്ന തരത്തിലേക്ക് പോലീസ് ഇങ്ങനെ ഒരു മർദ്ദനം കാഴ്ചവെക്കുമ്പോൾ അവർക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നല്ലോ ബിനു ഇതിൽ പരാതിക്കാരനാണെന്നും ബിനുവിൻ്റെ ഭാര്യയാണ് ഈ പരാതി നൽകിയിരിക്കുന്നതും എന്നുള്ളത്. അപ്പോൾ കൃത്യമായി ബിനുവിനെയും മറ്റുള്ളവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു എന്ന് തന്നെയാണോ ബിനുവിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്തരത്തിൽ മൃഗീയമായിട്ട് ഇങ്ങനെ മർദ്ദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി വന്നതാണ്, പരാതിക്കാരനാണ്, വേറൊരു പ്രോബ്ലം ഇല്ല സാറേ, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കേൾക്കാത്ത രീതിക്ക് കൈ ബാക്കിലോട്ട് വെച്ച് ഇങ്ങനെ മുട്ടുകൊണ്ടിടിക്കുകയും ലാത്തിക്കും ബൂട്ട് കൊണ്ട് ചവിട്ടുകയൊക്കെ ചെയ്യാം. എന്നിട്ടാ കറക്റ്റായിട്ട് കണ്ണ് വയർലെസ് വെച്ച് ഇടിക്കുന്നത്. അപ്പം ഒത്തിരി പ്രാവശ്യം കാര്യം പിന്നെ പറയാനായിട്ട് അനുവദിക്കുന്നില്ല. പിന്നെ അവർ മർദ്ദനം മാത്രമേ ഉള്ളൂ. വാനിൽ കയറ്റിയിട്ടും SAP ക്യാമ്പിൽ കൊണ്ടുപോയി പ്രവർത്തകരെത്തായിരുന്നെങ്കിൽ അവിടെയും ഒത്തിരി സമയം നിങ്ങളെ അവർ മർദ്ദിക്കുമായിരുന്നു. നിങ്ങൾ ഈ മർദ്ദനമേറ്റ സമയത്ത് വല്ലാതെ അവശതയിലേക്ക് പോയിട്ട് പലരും വെള്ളം വരെ ചോദിക്കുകയും ഞങ്ങൾക്ക് വൈദ്യസഹായം ഉൾപ്പെടെയുള്ളവ നൽകണം എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ നിഷേധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ പോലീസ്. ഇല്ലേ, ഇടയ്ക്ക് എനിക്കൊരു ഓർമ്മ, അവിടെ ക്യാമ്പിൽ കൊണ്ടുപോയപ്പോൾ ഓർമ്മയില്ല, ഞാനവിടെ കിടക്കുകയായിരുന്നു. അപ്പം കൂടെ ഉള്ളവർ പറയാനറിയാം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നിട്ട് പോലും ഒരു നോക്കാനോ നിർത്തിയിരുത്താനോ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ലാസ്റ്റ് പ്രവർത്തകർ വന്ന് സിറ്റുവേഷൻ വളരെ മോശമാകിയ സാഹചര്യത്തിലാണ് ഞങ്ങളടുത്ത് വാനിൽ കയറ്റിയത്. വാനിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ മേയർ ഉൾപ്പെടെ അവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. മേയർ ഞങ്ങളുടെ വാനിനകത്ത് കയറി നോക്കുകയായിരുന്നു. ഉടനെ തന്നെ മേയർ തന്നെ ഈ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ ബിനു, ഇതിന് കൃത്യമായ ആരെങ്കിലും നേതൃത്വം കൊടുത്തതായി തോന്നിയിരുന്നോ താങ്കൾക്ക്? അതായത് അതിക്രമിച്ച് കടന്ന് ഈ മതപാഠശാലയ്ക്ക് അകത്ത് കടന്ന് നിങ്ങളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുമ്പോൾ ഈ പോലീസുകാരെല്ലാം ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വന്നത് എന്ന് തന്നെയാണോ ബിനു മനസ്സിലാക്കുന്നത്? അവിടെ ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന് തോന്നിയത് ആരൊക്കെയായിരുന്നു? അവരുടെയൊക്കെ പേരുകൾ പറയാൻ സാധിക്കുമോ? അത് മെയിനായിട്ട് ഫസ്റ്റ് ദീപ് പിള്ള എന്ന് പറഞ്ഞ SI ആണ് അകത്ത് ഫസ്റ്റ് കയറുന്നത്. പിന്നെ പുറകെ ആകാശ്, അങ്ങനെ ഒരു 8-10 പോലീസുകാരും SI ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് പേരുകൾ അറിയില്ല, ആ ദൃശ്യത്തിൽ എല്ലാവരെയും അറിയാം. ദീപ് പിള്ള SI ആണ് ഫസ്റ്റ് കയറുന്നത്. സാറാ എല്ലാവരും ആദ്യം തന്നെ അടി തുടങ്ങുന്നത് സാറാണ് തുടങ്ങിയത്. പിന്നെ ഡോറ് ചവിട്ടി പൊളിച്ച് കയറി, എല്ലാവരും കയറി. പിന്നെ മർദ്ദനമായിരുന്നു. അതിനകത്തുള്ള എല്ലാം അടിച്ച് നശിപ്പിച്ചു. പ്രവർത്തകരെ മുണ്ടും എല്ലാം വരിഞ്ഞു മാറ്റി, മുണ്ടൊക്കെ എടുത്ത് കളഞ്ഞ്, ഷർട്ട് വരെ ഞാൻ നോക്കിയപ്പോൾ ഷർട്ട് വരെ പോയി. അതെങ്ങനെയാണ് ഷർട്ടൊക്കെ വലിച്ച് കയറിയെന്നൊന്നും പിന്നെ അറിയില്ല. ഞാനാദ്യം വീഡിയോ എടുക്കാനായിട്ട് പോയതും അതെല്ലാം പിടിച്ച് ഫോണെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടാണ് മർദ്ദനം. ഞങ്ങളുടെ പ്രവർത്തകർ വന്നപ്പോഴേ പറഞ്ഞതാണ്, ഞങ്ങളെ പറയാം, ഞങ്ങൾ വേറെ പറഞ്ഞോളൂ. ഞങ്ങളെ ജനലിൻ്റെ ഡോർ വഴി നിന്നവർ പറയണം സ്ഥല കാര്യം എന്താണ് ചോദിക്കുകയാണ്. സ്ഥല കാര്യം എന്താണ്, എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഡോറ് ചവിട്ടി പൊളിക്കുകയായിരുന്നു. അതുവഴി അവർ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ കാര്യം അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും പറയാൻ കൂട്ടാക്കാതെ നേരെ തന്നെ വന്ന് ഡോറിനെ അടിച്ച് പൊളിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ ഡോറാണ്, ഞങ്ങളാരും പ്രതികളല്ല, പിന്നെ ഇതിനെന്താണ് കാര്യം അവർ തുറക്കും. പക്ഷേ അതിന് തുറക്കുന്നതിന് മുമ്പായിട്ട് അടിച്ച് പൊട്ടിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞങ്ങളെ മർദ്ദിച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷം ഒരു നേതൃത്വത്തിൻ്റെ രീതിക്ക് അത് സംഘർഷം ഉണ്ടാകാൻ കണക്കാക്കിയാണ് വന്നത്. അല്ലാത്തൊരു പെരുമാറ്റം അല്ലായിരുന്നു അവിടെ ഉണ്ടായത്. അവരിപ്പോൾ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല, എല്ലാവരെയും ഒരേപോലെ മർദ്ദിക്കുകയായിരുന്നു. ശരി.